മോറൽ പോലീസിംഗ് ഒരു മാധ്യമത്തിന് മുന്നിൽ വന്നിരുന്നു പോലും, ഒരു മാധ്യമത്തിന്റെ അല്ല, അയാൾ പങ്കെടുത്ത ചർച്ചകളിലെല്ലാം ഉണ്ട്, എല്ലാ ചർച്ചകളിലുമുണ്ട്. 10 സെക്കൻഡും 30 സെക്കൻഡും ചോദിച്ച് വാങ്ങിച്ച് പറയുന്നത് മുഴുവൻ വിഡ്ഢിത്തവും വിവരക്കേടുമാണ് എന്നുള്ളത് അത് ജനം മനസ്സിലാക്കണം. ഇങ്ങനെയൊന്നുമല്ല ഒരാളെ പിന്തുണയ്ക്കേണ്ടത്. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അയാൾ കുറ്റക്കാരനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ വിഷയത്തിൽ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷയാണ് ആകെ നൽകിയിരിക്കുന്നത്. ഇതിന്മേൽ കേസെടുത്ത് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. അയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിട്ട് ശിക്ഷ വിധിക്കട്ടെ, നമ്മൾ ആരും ശിക്ഷ വിധിക്കുന്നില്ല. പക്ഷേ ആ ഒരു പ്രോസസ്സിലൂടെ പോലും അയാളെ കടന്നു പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ ഈ പറയുന്ന വ്യക്തി ആരാണ്? അതിനുള്ള എന്ത് ഉത്തരവാദിത്തമാണ് സമൂഹം അയാൾക്ക് കൊടുത്തിരിക്കുന്നത്? ഈ രീതിയിൽ പുറത്തേക്ക് ഇറങ്ങി വന്ന് ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ന്യായീകരണം എന്ന് പറയുന്നത് അയാൾ പിന്തുണയ്ക്കുന്നയാളെ ന്യായീകരിക്കുന്നത് മാത്രമല്ല, ഇപ്പുറത്ത് നിൽക്കുന്നയാളെ തേജോവധം ചെയ്യുകയാണ്. അതിലാണ് ഇവിടുത്തെ തെറ്റിരിക്കുന്നത്. അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു മോറൽ റൈറ്റും ഒരു മോറൽ പോലീസിംഗ് റൈറ്റും ഈ പറയുന്ന രാഹുൽ ഈശ്വരനായാലും സന്ദീപ് വാര്യർക്കായാലും മറ്റ് 2 സ്ത്രീകൾക്കായാലും ഇവർക്ക് ആർക്കും ഈ സമൂഹം നൽകിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വവും ഇവരെ ഈ സമൂഹം ഏൽപ്പിച്ചിട്ടില്ല. കേരളീയ പൊതുസമൂഹം അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇവരെ 4 പേരെ എന്നല്ല, ഇവരെ പിന്തുണയ്ക്കുന്ന കമന്റുകൾ ഇടുന്ന സോക്കോൾഡ് ഈ കൂട്ടത്തിൽ ബ്രിഗേഡിന്റെ ഭാഗമായ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നതാണ് എന്റെ ഈ വിഷയത്തിലെ അഭിപ്രായം. അപ്പോൾ ഇതൊരു കൂട്ട ആക്രമണമാണ്. മാങ്കൂട്ടത്തിലിന് വേണ്ടിയുള്ള മാങ്കൂട്ടത്തിൽ ബ്രിഗേഡിന്റെ ഒരു ആക്രമണമാണ്. അതിന് പിന്നിൽ നിൽക്കുന്നത് ഏത് പറമ്പിലുള്ളവരായാലും അവരെ കേരളീയ പൊതുസമൂഹം തിരിച്ചറിയും.